നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവചനത്തെ ആസ്പദമാക്കി ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് കർത്താവായ യേശു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ പ്രാർത്ഥനകളുടെ പ്രാർത്ഥന എന്ന് വിളിക്കപ്പെടുന്നുണ്ട്, ലോകത്തിൻ്റെ പ്രാർത്ഥന എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവായ യേശു, അതായത് ദൈവപുത്രൻ എന്ന പേരിന് യോഗ്യനായ കർത്താവായ യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്ന പ്രാധാന്യം ഇതിനുണ്ട്. ഈ പ്രാർത്ഥന ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ലോകത്തിലെ സകല ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനയാണ്. അതിനാൽ ഇത് വളരെ വിലപ്പെട്ട പ്രാർത്ഥനയാണ് എന്ന യാഥാർത്ഥ്യം ഓർക്കുക. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം മഹത്വപ്പെടട്ടെ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയുടെ ശക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം മഹത്വപ്പെടട്ടെ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയുടെ ശക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഇതാണ് കർത്താവായ യേശു പഠിപ്പിച്ച സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരേ ഒരു പ്രാർത്ഥന. ഇന്ന് ഈ ലോകത്തിലെ 800ഓളം കോടി ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇത്. ക്രിസ്ത്യാനികളുടെ മാത്രം പ്രാർത്ഥനയല്ല എന്ന് എല്ലാവരും തിരിച്ചറിയുക.